ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് നമുക്ക് പേടിയോ പട്ടിക്ക് പേടിയോ? ഇന്ന് ഞങ്ങൾ ചീങ്ങേരി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം അവിടെ ഒരു വലിയൊരു മലയുണ്ട്. അവിടെ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്, പക്ഷെ ശരിയായില്ല. പിന്നെ അമ്പലത്തിൽ പോയി തൊഴുതു. പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ നല്ല സാമ്പാറും ഉപ്പേരി എരിശ്ശേരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു. നൈനൊന്നും അവിടെ എത്തിയപ്പോഴേക്കും പൊരിഞ്ഞ വിശപ്പായിരുന്നു കേട്ടോ. പക്ഷേ അവൾക്ക് ഒന്നും തിന്നാൻ പറ്റിയിട്ടുണ്ടായില്ല. വായിൽ എന്തോ ഒരു മുറിവുണ്ടായിരുന്നു. പാവം അത് നന്നായിട്ട് വിശന്ന് കുടലിൽ കരിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഭക്ഷണം കിട്ടിയപ്പോഴേക്കും പാവത്തിന് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അവൾക്ക് അമ്പലത്തെ ചോറ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. അമ്പലത്തിൽ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോശമല്ലേ നമ്മൾ വീഡിയോ എടുക്കുന്നത് വെച്ചിട്ട് പിന്നെ അധികമൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നു കേട്ടോ. അങ്ങനെ ബസ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് 10-15 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ തൊട്ടടുത്തുള്ള മെയിൻ റോഡിൽ പോവുകയാണെങ്കിൽ പിന്നെ അമ്പലവയൽ പോയി അവിടെ നിന്ന് പിന്നെ അടുത്ത ഓട്ടോയിലോ ബസ്സൊക്കെ കയറി പോകണം കേട്ടോ. ഇതാണെങ്കിൽ അക്കരയ്ക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ബസ്സിൽ കയറിയാൽ മതി. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നത് കേട്ടോ. ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനെന്നെ അതിനും കൂടി ആടി തൂങ്ങി അങ്ങനെ നടന്നു. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് രാവിലെ തന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ സാമ്പാറായിരുന്നു കേട്ടോ കൂട്ടാനുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും നൈനും അമ്മയും കഴിച്ചു. ഏട്ടൻ നേരത്തെ കഴിച്ചു കേട്ടോ. അച്ഛൻ എണിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛനിപ്പോൾ വയ്യാത്തതുകൊണ്ട് വൈകിയാണ് കേട്ടോ എനിക്ക്. ചിലപ്പോൾ 9 മണിക്ക് എണിക്കും, ചിലപ്പോൾ 8 മണിക്ക് എണിക്കും, ചിലപ്പോൾ 6 മണിക്ക് എണിക്കും കേട്ടോ. അച്ഛന് കറക്റ്റ് ടൈമൊന്നുമില്ല, എപ്പോൾ തോന്നുന്നു അപ്പോൾ എണിക്കും. ഏട്ടൻ രാവിലെ തന്നെ കാട് വെട്ടാനുള്ള തിരക്കിലാണ്. പിന്നെ കുറേ ദിവസമായി പണിക്കാരെ വിളിക്കുന്നു, ആരും വരുന്നില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ തന്നെ വെട്ടുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഏട്ടൻ തന്നെ വെട്ടാൻ പോവുകയാണ് കേട്ടോ. ഏട്ടന് കാട് വെട്ടാനൊക്കെ അറിയാം, പക്ഷേ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആയാൽ പിന്നെ ഭയങ്കര തലവേദന. 2 ദിവസത്തിന് പിന്നെ ഏട്ടനെ പിടിച്ചാൽ കിട്ടില്ല, അത്രയ്ക്ക് തലവേദന. എനിക്ക് ഈ സൗണ്ട് ഏട്ടന് തീരെ പറ്റില്ല കേട്ടോ. നിവൃത്തിയില്ലെങ്കിൽ ചെയ്തല്ലേ പറ്റൂലേ. പിന്നെന്താ ഉച്ചയ്ക്ക് കൂട്ടാനായിട്ട് ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു. അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ ക്യാബേജ് അരിഞ്ഞതും കുറച്ച് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അത് കടുക് പൊട്ടിയതിലേക്ക് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. കുറച്ച് കരിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിന് ശേഷം അടച്ച് വെക്കാതെ തുറന്ന് തന്നെ വേവിച്ചെടുത്തതാണ് കേട്ടോ. നമ്മുടെ ക്യാബേജ് വേകാനുള്ള വെള്ളം നമ്മൾ അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്തതാണ്. അങ്ങനെ തോരനൊക്കെ ആക്കി അത് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ കഞ്ഞി കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഞ്ഞിയൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പം പുറത്ത് വണ്ടീൻ്റെ സൗണ്ട് കേട്ടു കേട്ടോ. പോയി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അറിയുന്ന ആൾക്കാരല്ല, എന്നാലും അയാൾ അടുത്തേക്ക് വന്ന് അകത്ത് വന്ന് ഒരുപാട് നേരം സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു അച്ഛൻ്റെ കൂട്ടുകാരനാണ്, അവർ ക്ലാസ്മേറ്റാണ്. പിന്നെന്താ അവർക്കൊരു എന്താ പറയുക പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ്. അപ്പോൾ അച്ഛനോട് പോകാൻ പറയണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. ഏട്ടൻ ഇതാ കാട് വെട്ടുന്നുണ്ട്. കാട് വെട്ടുന്നതിൻ്റെ അടുത്ത് പോയാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും, ചിലപ്പോൾ കല്ലോ മണ്ണൊക്കെ തെറിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരത്തുനിന്നാണ് വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടി പൊട്ടുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഇത്തിരി പേടിയായതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോയി മുറ്റമൊക്കെ അടിച്ച് വാരി. എന്നാലും മഴ നന്നായിട്ട് ചാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ കണ്ടപ്പോൾ ഏട്ടൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മഴയത്ത് മുറ്റം അടിക്കുന്നതിന് ഏട്ടൻ വഴക്കൊക്കെ പറയുന്നുണ്ട്. ഞാനതൊന്നും മൈൻഡാക്കിയിട്ടില്ല കേട്ടോ. പെട്ടെന്നുള്ള മഴയായതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള പണിയൊന്നും നടന്നിട്ടില്ല. മുറ്റടിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ വിറകൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒക്കെ ഇനി മഴയത്ത് തന്നെ ചെയ്യണം കേട്ടോ. വിറകാണെങ്കിൽ എന്നോട് തെറ്റിയ പോലെ വലിച്ചാലും പിടിച്ചാലും കിട്ടുന്നുമില്ല കേട്ടോ. ഇനി എങ്ങനെയൊക്കെയോ വലിച്ച് കുറച്ച് വിറകൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വേറെ കുറച്ച് പിന്നെ വെട്ടിയിട്ട വിറകുണ്ടായിരുന്നു കേട്ടോ. അതും കൊണ്ടിട്ടപ്പോൾ നമുക്ക്
എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്നോടാണോ കളി, ഞാൻ കിട്ടിയ വിറകെടുത്ത് ഞാനിങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇന്നും അധികമൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് വീഡിയോ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത്. പുതിയൊരു വീഡിയോ വീണ്ടും കണ്ടിരിക്കും. ബൈ ബൈ.